إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വവും വിശ്വസ്തതയും ബോധ്യപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് സാമ്പത്തിക രംഗത്തുള്ള ഇടപാടുകൾ. സാമ്പത്തിക രംഗത്ത് വലിയ ചൂഷണങ്ങളും തട്ടിപ്പുകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ സാമ്പത്തിക രംഗത്ത് വലിയ ആവശ്യക്കാരനായ രംഗങ്ങളിൽ പോലും ആരിൽ നിന്നും സഹായം കിട്ടാത്തൊരവസ്ഥ വരെ സമൂഹത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങളാണ് ഇത്. സ്വാഭാവികമായും മനുഷ്യനിലേക്ക് സമ്പത്തെത്തുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന് സ്വതക്കയാണ്, രണ്ടാമത്തത് കടമാണ്. കടത്തിന്റെ വിഷയത്തിൽ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കടമെന്ന വിഷയത്തെക്കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും വളരെ കൃത്യമായ നിർദ്ദേശങ്ങളും നിയമങ്ങളുമാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന സമീപനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം, ഏതൊരു വ്യക്തിയും കടം വാങ്ങുന്ന സന്ദർഭത്തിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന ബോധ്യത്തോടുകൂടിയായിരിക്കണം അത് വാങ്ങേണ്ടത്. അങ്ങനെ വാങ്ങുന്നവന്റെ കടം മാത്രമാണ്
ഒന്ന്, അവന് ഉപകരിക്കുകയുള്ളൂ. രണ്ട്, തിരിച്ചു കൊടുക്കാൻ അവന് സാധിക്കുകയുള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, മൻ അഖദ അംവാലൻ നാസി, ഒരാള് ജനങ്ങളുടെ സമ്പത്ത് സ്വീകരിച്ചു, യുരീദു അദാഅഹ, അത് തിരിച്ചു കൊടുക്കണമെന്ന നല്ല നിയ്യത്തോടുകൂടിയാണ് ഒരാൾ കടം വാങ്ങുന്നതെങ്കിൽ, അദ്ദല്ലാഹു അൻഹു, അല്ലാഹ് അത് വീട്ടാൻ അവനെ സഹായിക്കും. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ ഉലമാക്കൾ പറഞ്ഞ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് തിരിച്ചു കൊടുക്കാൻ അല്ലാഹ് സഹായിക്കും. ആ പണം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് നിറവേറ്റാനും അതിൽ ബറക്കത്തും പടച്ചോൻ കൊടുക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, വമൻ അഖദ, ഒരാൾ സമ്പത്ത് സ്വീകരിച്ചു, കടം സ്വീകരിച്ചു, യുരീദു ഇത്ലാഫഹ, എന്തിനാണ് സ്വീകരിച്ചത്? ദുനിയാവിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഒരു അത്യാവശ്യ കാര്യമല്ല. തിരിച്ചു കൊടുക്കണമെന്ന നിയ്യത്തില്ലാതെ ഒരാൾ അങ്ങനെ വാങ്ങി ആ പണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്ലഫഹുല്ലാഹ്, അവന്റെ കാര്യമൊന്നും നടക്കൂല, ആ പൈസ തീർന്നും പോകും. ഇത് വഹിയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നൊരു കാര്യമാണ്. മാത്രമല്ല, കടത്തിന്റെയും സ്വതക്കയുടെയും വിഷയത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റഅയ്തു ലൈലത ഉസ്രിയ ബി അലാ ബാബിൽ ജന്ന. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഇന്റെ രാത്രിയിൽ സ്വർഗം കാണുകയാണ്. സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെച്ചിട്ടുണ്ട്, അസ്വദഖത്തു ബി അശരി അംസാലിഹ, സ്വതക്കക്ക് ദാനധർമ്മത്തിന് 10 ഇരട്ടി കൂലിയുണ്ട്. വൽ ഖർദു ബി 18, എന്നാൽ കടം കൊടുക്കുന്നവന് 18 ഇരട്ടി കൂലിയുണ്ട്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, യാ ജിബ്രീൽ, മാ ബാലുൽ ഖർദി അഫ്ളല മിന സ്വദഖ, ദാനധർമ്മത്തെക്കാളും പ്രതിഫലം കടത്തിനാണല്ലോ, ഇതെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, ലിഅന്ന സായില, ചോദിക്കുന്ന ഒരു വ്യക്തി, യസ്അലു വഇന്ദ, അയാൾ ചോദിക്കുന്നത് വളരെ അത്യാവശ്യത്തിന് വേണ്ടിയല്ല. ആരെങ്കിലും തന്നാൽ അതും കൂടെ കിട്ടിയാൽ ഒന്നുകൂടെ നന്നാകാം, ഒന്നുകൂടെ ചില കാര്യങ്ങൾ കൂടെ ചെയ്യാം. അത്യാവശ്യത്തിനല്ല സ്വതക്ക ചോദിക്കുന്ന ഒരാൾ ചോദിക്കാം. എന്നാൽ വൽ മുസ്തഖ്രിദു, കടം ചോദിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ലാ യസ്തഖ്രിദു ഇല്ലാ മിൻ ഹാജ, അയാളുടെ അത്യാവശ്യത്തിനല്ലാതെ അയാൾ കടം ചോദിക്കൂല. അതുകൊണ്ടാണ് കടം കൊടുക്കുന്നവന് 18 ഇരട്ടി കൂലിയുണ്ട്, സ്വതക്ക കൊടുക്കുന്നവന് 10 ഇരട്ടി കൂലിയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അത് വളരെ ഗൗരവതരമാണ്. അതാണ് കടത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി മാത്രമല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനിടയിൽ നിന്നുകൊണ്ടിരിക്കവേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബിമാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് തന്റെ തല ആകാശത്തെ ഉയർത്തുകയും തന്റെ കൈ നെറ്റിയിലേക്ക് വെച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മാദാ നുസ്സില മിനത് തസ്ദീദ്, എന്തൊരു ഗൗരവപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നെറ്റിയിലേക്ക് കൈവച്ചുകൊണ്ട് പറയുന്നു, സുബ്ഹാനല്ലാഹ്, എന്തൊരു ഗൗരവപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്. ഈ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലുണ്ടായിരുന്ന സ്വഹാബിമാർ അവർ പറയുന്നു, ഫസഖത്തിന, ഞങ്ങൾ മിണ്ടാതിരുന്നു, വഫസിഅന, ഞങ്ങൾ ആകെ പേടിച്ചു, അസ്വസ്ഥമായി, എന്താണ്, ബേജാറാണ്, ഞങ്ങൾ ഒന്നും ചോദിച്ചില്ല. ഫലമ്മ കാന മിനൽ ഗദി, അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തിയപ്പോൾ ഞങ്ങൾ പ്രവാചകരോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മഹാദ തസ്ദീദ് അല്ലദീ നുസ്സില, നിങ്ങൾ വളരെ ബേജാറോടെ ഗൗരവത്തോടെ എന്തോ ഒന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞല്ലോ, അതെന്താണ് പ്രവാചകരെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ലോകത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാ, ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു. ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു, വീണ്ടും അയാൾക്ക് ജീവൻ കൊടുക്കുന്നു, വീണ്ടും അയാൾ രക്തസാക്ഷിത്വം വരിക്കുന്നു, അയാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കുന്നു, വീണ്ടും അയാൾ രക്തസാക്ഷിത്വം വരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. മാ ദഖലൽ ജന്ന, 3 വട്ടവും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആ വ്യക്തിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഹത്താ യുഖ്ല അൻഹു ദൈന, അവന്റെ കടം വീട്ടിയാലല്ലാതെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഷഹീദ് ആരാ? ഷഹീദ് സിത്തത്ത് ഖിസാലിൻ, അയാൾക്ക് 6 പ്രത്യേകത ഉണ്ടെന്ന്. ഷഹീദായ ഒരു വ്യക്തി, 3 വട്ടം ഷഹീദായ വ്യക്തി, അയാൾക്ക് പോലും സ്വർഗത്തിൽ പോകണമെങ്കിൽ കടം വീട്ടണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇതാണ് കടത്തിന്റെ ഗൗരവം. മാത്രമല്ല സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചാൽ, യുദ്ധത്തിന്റെ പോർക്കളത്തിൽ ശത്രുവിനോട് അടരാടി പോരാടി മരണപ്പെട്ടു കഴിഞ്ഞാൽ, യുകഫിറു അന്നി ഖതായായ, എന്റെ പാപങ്ങൾ മുഴുവനും എനിക്കെന്റെ റബ്ബ് പുറത്തു തരുമോ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്. വഅൻത സ്വാബിറുൻ മുഹ്തബിസുൻ മുഖ്ബിലുൻ ഗൈറ മുദ്ബിരിൻ, യുദ്ധത്തിന്റെ രംഗത്ത് ശത്രുവിനെ നേർക്കുനേരെ കാണുമ്പോ ക്ഷമയോടെ ഓടിപ്പോകാതെ പിന്തിരിഞ്ഞു പോകാതെ നീ യുദ്ധത്തിന്റെ പോർക്കളത്തിൽ ശത്രുവിനോട് നേരിട്ട് രക്തസാക്ഷിത്വം വരിച്ചാൽ നിനക്ക് നാളെ പരലോകത്ത് സ്വർഗമുണ്ട്. ഇല്ല ദൈൻ, കടമുള്ളവനൊഴികെ ബാക്കിയുള്ളവന്റെ പാവങ്ങളൊക്കെ പുറത്തു കൊടുക്കും. കടമുണ്ടോ? ഇല്ല, വിട്ടുകൊടുക്കൂല. അത്ര ഗൗരവമുള്ള വിഷയമാണ്. ഫഇന്ന ജിബ്രീല ഖാല ലീ ദാലിക്, ആ കാര്യമാണ് ജിബ്രീൽ എന്നോട് ഇപ്പൊ വന്ന് പറഞ്ഞത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, കടം വാങ്ങിയിട്ട് കയ്യിൽ കടം തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഉണ്ട്, എന്നിട്ടും കൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മത്സലുൽ ഗനിയ്യ ദുൽമുൻ, കഴിവുള്ളവൻ കടം വീട്ടുവാൻ താമസിപ്പിക്കുന്നത് അക്രമമാണ്, അക്രമമാണ്. ദുനിയാവിലെ ബാക്കിയുള്ളവരുടെ കടങ്ങളൊക്കെ വീട്ടുന്നുണ്ടാകും, നമുക്ക് തരാനുള്ള പൈസ അയാൾ തരൂല. അത് അക്രമമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കടം തിരിച്ചു കൊടുക്കേണ്ട അവധി എത്തിക്കഴിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കടം നൽകിയവന് അത് തിരികെ ചോദിക്കാൻ അവകാശമുണ്ട് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു സത്യവിശ്വാസിയായ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവധി എത്തിക്കഴിഞ്ഞിട്ടും കടം തന്ന ആൾ ചോദിച്ചു വരുന്ന സാഹചര്യം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അവധി എത്തിക്കഴിഞ്ഞിട്ടും കടം വീട്ടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കാലാവധി നീട്ടിച്ചോദിക്കാൻ പരിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. നമുക്ക് ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തിന്റെ ഗൗരവം പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്നു വെച്ചു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്തിന്റെ അടുക്കലേക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു ചെന്നു. എന്നിട്ട് മയ്യത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലഅല്ല അലാ സ്വാഹിബിക്കും ദൈന, ഈ മയ്യത്തിന് വല്ല കടവുമുണ്ടോ? ഈ കിടക്കുന്ന മയ്യത്തിന് വല്ല കടവുമുണ്ടോ എന്ന് ചോദിച്ചു. സഹാബിമാര് പറഞ്ഞു, ദീനാറാനി, 2 ദീനാർ കടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ നിസ്കരിക്കുക, ഞാൻ നിസ്കരിക്കാനില്ല. കടമുള്ള മയ്യത്തിനെ ഞാൻ നിസ്കരിക്കാനില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് പറഞ്ഞു, കടമുള്ള മയ്യത്തിന് ഞാൻ നിസ്കരിക്കാനില്ല. എന്തു മനസ്സിലായി? ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്തിൽ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഒരു ഇമാമ്, ഒരു നാട്ടിലെ ഖാദിയാണ് പറയുന്നത്, എന്ത്, ഞാൻ ആ മയ്യത്തിനെ നിസ്കരിക്കൂല. ഇത് ജനങ്ങൾക്ക് പാഠം പഠിക്കാൻ ഒരുപാടുണ്ട്. ഞാനങ്ങനെ കടം വാങ്ങി മരിച്ചാൽ എന്റെ നാട്ടിലെ ഇമാം എന്റെ മയ്യത്തിന് നിസ്കരിക്കാൻ ഉണ്ടാവൂല.
എന്റെ നാട്ടിലെ സ്വാലിഹ്യങ്ങൾ എന്റെ മയ്യത്തിനെ നിസ്കരിക്കാനുണ്ടാവില്ല എന്ന ആളുകളെ ബോധ്യപ്പെടുത്താനാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിന് ഉദ്ധരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ വെച്ച് റസൂലുള്ള ഇല്ല എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂലിനോട് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ആ 2 ദീനാർ ഞാൻ വീട്ടാം, നിങ്ങൾ നിസ്കരിക്കണം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നിന്റെ സമ്പത്തിലും നിന്റെ മക്കളിലുമാണ് ആ കടമുള്ളത്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതെ, ഞാനത് ശ്രദ്ധിക്കാം, ഞാനത് വീട്ടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. കണ്ടപ്പോ ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? മാ സനഅ ദീനാറാൻ, ആ 2 ദീനാർ നീ എന്താണ് ചെയ്തത്? നിന്റെ കൂട്ടുകാരന്റെ 2 ദീനാർ നീ എന്ത് ചെയ്തു? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ മാത അംസി, എന്റെ സഹോദരൻ ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ നബിയെ, ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ, ഇനി വീട്ടാൻ എത്ര സമയമുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടിയില്ല. അടുത്ത ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിന്റെ കൂട്ടുകാരന്റെ കടം നീ എന്ത് ചെയ്തു? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് ഖദൈതുഹുമാ, നബിയെ, ഞാനത് ദീനാർ ഞാൻ വീട്ടിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സന്തോഷം വിടർന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ വാക്കെന്താ അറിയോ? അൽആൻ ബറദത് അലൈഹി ജിൽദ, ഇപ്പോഴാണ് നിന്റെ കൂട്ടുകാരനെ ഖബറിൽ ഒരു സ്വസ്ഥത കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴാണ് നിന്റെ കൂട്ടുകാരനെ ഖബറിൽ ഒരു സ്വസ്ഥത കിട്ടിയത്. നമ്മളൊക്കെ ഖബർ കിടക്കേണ്ടവരല്ലേ പ്രിയപ്പെട്ടവരെ? കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഖബറിൽ മുതൽ അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. കടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബു, അത് എഴുതി വെക്കണം. വാപ്പാക്ക് കൊടുത്തത് ഒരാളും എഴുതി വെക്കണ്ട. നമ്മളെ സമ്പത്ത് നമ്മളൊക്കെ വാപ്പാന്റെതാ. വേറെ ആർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിലും എഴുതി വെക്കണം കടം. സാക്ഷികൾ മുഖേന എഴുതി വെക്കണം. ഖുർആൻ പറയുന്നുണ്ട്, വലാ തസ്അമു അൻ തക്തുബൂഹു സഗീറൻ ഔ കബീറൻ ഇലാ അജലി, ചെറുതാകട്ടെ വലുതാകട്ടെ നിങ്ങളത് എഴുതി വെക്കാൻ മറന്നു പോകരുത്. അത് എഴുതി വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ കച്ചവടക്കാരുണ്ടാകും, ബിസിനസ്സുകാരുണ്ടാകും, എല്ലാ രംഗത്തും സാമ്പത്തിക രംഗത്ത് ഇടപാടുകൾ നടത്തുന്നവരുണ്ടാകും. ആരോട് നമ്മൾ കടം വാങ്ങുകയാണെങ്കിലും ആർക്ക് നമ്മൾ കടം കൊടുക്കുകയാണെങ്കിലും ഇടപാടുകൾ എഴുതി വെക്കുന്ന രീതിയും രൂപവും നമ്മളിൽ ഉണ്ടാകണം. അതൊരു സുതാര്യതക്കാണ്, അതൊരു രക്ഷക്കാണ്, പരലോകത്ത് രക്ഷപ്പെടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദുനിയാവിൽ വെച്ച് കടം കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തോളണം, ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് വലൈസ ദീനാറുൻ വലൈസ സമ്മ ദീനാറുൻ വല ദിർഹമുൻ, അവിടെ ദീറാറോ ദിർഹമോ നിങ്ങൾക്ക് വീട്ടാൻ നിങ്ങളെ കയ്യിലുണ്ടാകില്ല. പരലോകത്ത് എങ്ങനെയാ കടം വീട്ടാന്നറിയോ? നമ്മുടെ അമലെടുത്തിട്ട് കടം വീട്ടേണ്ടി വരും. നമ്മുടെ സുബഹി എടുത്തിട്ട്, നമ്മുടെ ഹജ്ജ് എടുത്തിട്ട്, നമ്മുടെ ഉംറ എടുത്തിട്ട്, നമ്മുടെ നിസ്കാരം എടുത്തിട്ട്, നമ്മുടെ സക്കാത്ത് എടുത്തിട്ട്, നമ്മുടെ സ്വതക്ക എടുത്തിട്ട്, നമ്മുടെ സ്വകാര്യതയിൽ നമ്മൾ ചെയ്ത നന്മകളൊക്കെ എടുത്തിട്ട് നാളെ പരലോകത്ത് കടം വീട്ടേണ്ടി വരും. അങ്ങനത്തെ ഒരു ദുരന്തം നമുക്ക് വരാതിരിക്കണമെങ്കിൽ കടം നമ്മൾ എഴുതി വെക്കണം. അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. 2 സാക്ഷികൾ വേണം കടം എഴുതി വെക്കുമ്പോൾ. വസ്തശ്ഹിദൂ ഷഹീദൈനി മിൻ റിജാലിക്കും, നിങ്ങളിലെ 2 പുരുഷന്മാർ സാക്ഷികളായി നിർത്തണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളുകളെ സാക്ഷികളായി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ കടം എഴുതി വെക്കേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ? ഇനി മരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ കടം മരിക്കുന്നതിന് മുമ്പ് വീട്ടാൻ പറ്റൂല എന്നൊരു ബേജാറ് ഉള്ളിന്റെ ഉള്ളിൽ സങ്കടമൊക്കെ വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നറിയോ? നമ്മൾ വസിയ്യത്തായിട്ട് കടം എഴുതി വെക്കണം. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത്, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ സമയത്ത്, അതിന്റെ ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, യജാബിർ, എന്റെ പ്രിയപ്പെട്ട മോൻ ജാബിറെ, നാളെ ഞാൻ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്, തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യം മരണപ്പെടുക. അതുകൊണ്ട് മോനെ, എനിക്ക് മോനോട് ചില കാര്യങ്ങൾ പറയാണ്ട്. അതിലൊന്നാമത് പറഞ്ഞെന്തറിയോ? മോനെ, വ ഇന്നലി മാല വ ഇന്ന അലയ്യ ദൈന, മോനെ എനിക്ക് കടമുണ്ട്, ഫഖ്ലി, മോനെ കടം വീട്ടണം. ബാപ്പമാരെ, മക്കൾക്ക് കൊടുക്കേണ്ട വസിയത്തിൽ ഏറ്റവും പ്രധാനം എന്താ അറിയോ? ആർക്കെങ്കിലും കടം കൊടുക്കാണ്ടെങ്കിൽ അത് മക്കളെ മുന്നിൽ വെച്ചിട്ട് സാക്ഷികൾ മുഖേന എഴുതി വെക്കണം. ഞാൻ ഇന്ന ആൾക്കാർക്കൊക്കെ കടം കൊടുക്കാനുണ്ട്. കാരണം എന്താ അറിയോ? മരിച്ചു കഴിഞ്ഞാൽ മക്കളാണ് അതിന്റെ ഉത്തരവാദിത്വം, അവരത് വീട്ടണം. മാത്രമല്ല, വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ ഓഹരി വെക്കേണ്ടെന്നറിയോ? വാപ്പാന്റെ സ്വത്ത് മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈൻ,
വാപ്പാന്റെ കടവും വാപ്പാന്റെ വസിയത്തും കൊടുത്തു വീട്ടിയതിന് ശേഷം വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കാൻ പറ്റുള്ളൂ. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചെന്നത് എന്ത് വേണം? നിങ്ങൾ സാക്ഷികൾ മുഖേന കടം എഴുതി വെക്കണം. ഇനി എഴുതി വെക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ വസിയ്യത്തായിട്ട് മക്കളോട് ഇത് പറഞ്ഞു വെക്കുകയും വേണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അങ്ങനെ ഒരുപാട് സ്വഹാബിമാർ വസിയത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു രാത്രി പോലും എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല എന്റെ വസിയത്ത് എന്റെ തലക്കടിയിൽ ഞാൻ എഴുതി വെച്ചിട്ടല്ലാതെ. അപ്പൊ അത്ര ഗൗരവപ്പെട്ട വിഷയമാണ് ഇത്. വസിയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കൂ, ലോകത്ത് മരണപ്പെട്ട വ്യക്തികളുടെ ബന്ധുക്കൾ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, അഹ്കാമുൽ ജനായിസി വബിദഉഹ എന്ന അല്ലാമത്തു ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലയുടെ കിതാബിൽ. അതിലൊന്നാമത് പറയുന്ന എന്തറിയോ? ആരാണോ മരണപ്പെട്ടത് ആ വ്യക്തിയുടെ കടം വീട്ടുക. അത്ര ഗൗരവമാണ്. മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ആദ്യമായി കുടുംബക്കാർ ചെയ്യേണ്ടെന്നറിയോ? പ്രാഥമിക കർമ്മങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? കടം വീട്ടുക എന്നുള്ളതാണ് എന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കടമില്ലാതെ മരണപ്പെട്ടു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖി മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റം. അല്ലാഹുവേ, ഞാൻ നിന്നോട് പാപങ്ങൾ ചെയ്തു പോകുന്നതിൽ നിന്നും കടത്തിൽ നിന്നും രക്ഷ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ സ്വഹാബിമാർ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാ അക്സറ മാ തസ്തഈദു യാ റസൂലല്ലാഹ് മിനൽ മഗ്റം. എന്തിനാ റസൂലെ നിങ്ങൾ ഇങ്ങനെ കടത്തിൽ നിന്ന് എപ്പോഴും രക്ഷ ചോദിക്കുന്നത്? എന്തിനാ നബി തങ്ങളെ കടത്തിൽ നിന്ന് എപ്പോഴും നിങ്ങൾ രക്ഷ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു മറുപടി എന്തറിയും? ഇന്ന റജുല ഇദാ ഗരിമ, ഒരു മനുഷ്യൻ കടത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഹദ്ദസ വകദബ, അയാൾ പറഞ്ഞ നുണയെ പറയുള്ളൂ. വവഅദ ഫഅഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ അയാൾ ലംഘിക്കും. രണ്ട് കാര്യം ഇവിടെ പറഞ്ഞത്. കടം വാങ്ങിയോ, തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലേ, പിന്നെ പറയുന്നതൊക്കെ നുണയായിരിക്കും. പിന്നെ എന്ത് വാഗ്ദാനം ചെയ്താലും അത് ലംഘിക്കും. ഇത് ഞാനല്ല പറയണത്, വഹയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. അതിലൊന്നാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വൽ അജ്സി വൽ കസ്ലി വൽ ബുഖ്ലി വളഅഇ ദൈൻ വലബതി റിജാൽ. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്നും, അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിനൽ ഹം, മനക്ലേശത്തിൽ നിന്ന്, വൽ ഹസിൻ, സങ്കടത്തിൽ നിന്ന്, വൽ അജ്സ്, അശക്തിയിൽ നിന്ന്, വൽ കസിൽ, മടിയിൽ നിന്ന്, വൽ ബുഖിൽ, പിശുക്കിൽ നിന്ന്, വളഅഇ ദൈൻ, കടം അതിജയിക്കുന്നതിൽ നിന്ന്, കടം കയറിയിട്ട് മുങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. വഗലബത്തി റിജാൽ, ശത്രുക്കൾ നമ്മൾ അതിജയിക്കുന്നതിൽ നിന്നും നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കടം ചോദിച്ചൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ നമ്മളെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ചില ആളുകൾ എന്താണെന്നറിയോ, അയാൾക്ക് സാമ്പത്തികമായി അത്യാവശ്യം നിലവാരത്തിലുള്ളൊക്കെ മനുഷ്യനായിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ടുണ്ടാകും.
ഇത് നമ്മുടെ നാട്ടിലെ നിത്യസംഭവങ്ങളാണ്. ഒരു മനുഷ്യനോട് അയാൾ അഭിമാനം കൊണ്ട് ചോദിക്കൂല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. ഖുർആൻ പറഞ്ഞെന്തറിയോ? ചോദിക്കാൻ അഭിമാനം സമ്മതിക്കാത്ത ചില ആൾക്കാരുണ്ട്. ഓലൊരിക്കലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ദരിദ്രരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അയാളുടെ ചേലും കോലവും വർത്താനവും സ്വഭാവവും പെരുമാറ്റവും കണ്ടാൽ സാമ്പത്തികമായി അത്യാവശ്യം ഭദ്രതയുള്ള ഒരു മനുഷ്യനാണെന്ന് നമ്മൾ മനസ്സിലാക്കുള്ളൂ. അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? അവരൊക്കെ ചിലപ്പോൾ കണ്ടറിഞ്ഞിട്ട് അവരൊക്കെ നമ്മൾ സഹായിക്കേണ്ടി വരും. ആ സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മന്നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ. ഒരു മനുഷ്യന്റെ ദുനിയാവിലെ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം ഒരാൾ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ പ്രയാസപ്പെടുമ്പോ അള്ള നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരും. എന്നിട്ട് പറയാൻ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നൂറുകണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ പ്രയാസം എളുപ്പമാക്കി കൊടുത്തു കഴിഞ്ഞാൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം തരുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടം ചോദിച്ചു വരുന്നവർക്ക് ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് കടം കൊടുക്കാവുന്നതാണ്. കടം കൊടുക്കുന്നവർക്കുള്ള പുണ്യം റസൂലുള്ളാഹി പറഞ്ഞു. കടം വാങ്ങുന്നവരും ശ്രദ്ധിക്കണം, എന്തിനും ഏതിനും കടം വാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ കടം വാങ്ങേണ്ടത്. കടമെന്നത് മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സഹാബിമാര് പറഞ്ഞു, നബിയെ അതേ പറഞ്ഞു തരണം. അദ്ദൈൻ, അത് കടമാണ്, നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് അത്തരത്തിലുള്ള കടക്കാരനിൽ നിന്ന്, കടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയെത്ര നല്ല നല്ല മനുഷ്യന്മാരാണ് അവസാനം ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. അതെന്തിന്റെ പേരില? കടത്തിന്റെ പേരിലാണ്. എത്ര മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരമൊരവസ്ഥ നമുക്കുണ്ടാകരുത്. സാമ്പത്തിക രംഗത്തുള്ളൊരു അച്ചടക്കം, സാമ്പത്തിക രംഗത്തുള്ളൊരു പ്ലാനിങ്, കുടുംബ ബജറ്റ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതിൻ്റെ ഒരു കുറവ് പുതിയ തലമുറക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അറിഞ്ഞും മനസ്സിലാക്കിയും പെരുമാറിയിട്ടില്ലെങ്കിൽ, നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിലേക്കായിരിക്കും നമ്മുടെ ജീവിതം വഴിമാറിപ്പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയുടെ മണ്ണിൽ പെരുന്നാളിന്റെ അന്നുപോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അള്ളാഹു ഇസ്സത്തും ഖുവ്വത്തും സ്വസ്ഥതയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുദ്സിനെ വിജയിക്കാനുള്ള ഇസ്സത്തും ഖുവ്വത്തും ആ സമൂഹത്തിന് അള്ളാഹു നൽകുമാറാകട്ടെ. ഇസ്രായേലി സമൂഹത്തെ പരാജയപ്പെടുത്താനുള്ള ഖുവ്വത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഏറ്റവും സംതൃപ്തകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.